പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥന കേട്ട് അതിനുത്തരം നൽകുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ ഈ നല്ല വീട് എന്ന പരിപാടിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും യഹോവ സമീപസ്ഥനാകുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നുണ്ട്. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളായാലും ധാരാളം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്നത് നേടിയിട്ടുണ്ടാവാം. വേദപുസ്തകത്തിൽ ഒരു കനാന്യ സ്ത്രീ കർത്താവിൽ നിന്നും നന്മകൾ സ്വന്തമാക്കുവാൻ ദൈവത്തെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. കർത്താവ് അവളെ കണ്ടിട്ടും മിണ്ടാതെ പോവുകയായിരുന്നു. എങ്കിലും അവൾ തന്റെ വിശ്വാസം കൈവെടിയാതെ യഹോവയെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. കർത്താവ് അവളുടെ തുടർച്ചയായ അപേക്ഷ കേട്ട് അവൾ പ്രതീക്ഷിച്ചിരുന്ന നന്മകൾ അവൾക്ക് നൽകി എന്ന് പറയുന്നു. ഒരുപക്ഷെ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളായാലും ഏതെങ്കിലും ഒരു കാര്യത്തിനായി കുറെ നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടിയിട്ടില്ലായിരിക്കാം. നിങ്ങൾ വിഷമിക്കേണ്ട. കർത്താവ് തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ സർവശക്തനാണ്. ഇപ്പോൾ നിങ്ങൾ ആകാംക്ഷയോടെ പ്രതീക്ഷിച്ചിരിക്കുന്ന ജ്യോതി ചേച്ചി നാടകം നമുക്ക് കാണാം. ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. ആ ഏജൻസിയിൽ ഭാഗ്യത്തിന് പൈസ കൊടുത്തില്ല. പൈസ എങ്ങാനും കൊടുത്തായിരുന്നെങ്കിലുണ്ടല്ലോ തീരുമാനമായനെ. തലയിലെ മുണ്ടോട്ട് നടക്കേണ്ട അവസ്ഥയായനെ. എന്താടാ, എന്തു പറ്റി? 2 ദിവസം മുമ്പേ ആ ഏജൻസി ഇവിടുന്ന് സ്ഥലം വിട്ടു. ഭാഗ്യത്തിന് ഞാൻ പൈസ ഒന്നും കൊടുത്തില്ല. നീയും കൊടുക്കണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്തായാലും ഭാഗ്യമുണ്ട്, ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന്. എന്തായാലും ഭാഗ്യമായി. കാശെങ്ങാനും കൊടുത്തിരുന്നെങ്കിൽ ഇപ്പൊ തിരിച്ചു വാങ്ങാനായിട്ട് എന്തുമാത്രം കഷ്ടപ്പെട്ടേനെ. അതേടാ, കൂടാതെ ഇപ്പോ വിദേശത്തുള്ള ജോലി നഷ്ടപ്പെട്ടെന്നുള്ള ന്യൂസൊക്കെ ഇപ്പൊ ഒരുപാട് കേൾക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ജോലികളുണ്ട്, നമുക്കത് കണ്ടുപിടിക്കാം. സുരേഷേ, ഇതാ മോനെ, നിന്റെ അമ്മയോട് മേടിച്ച കാശാ. ഒന്നും വിചാരിക്കല്ലേ, തിരിച്ചു തരാൻ കുറച്ചു വൈകി. അത് സാരില്ല, ഇപ്പോഴെങ്കിലും തരാൻ തോന്നിയല്ലോ. രമേശ, നിന്റെ കാശും ഉടനെ തിരിച്ചു തരാൻ കേട്ടോ. കുറച്ച് നാളുകൂടി. ചേട്ടാ സാറില്ല, നിങ്ങൾ പതിയെ തന്നാ മതി, ഒരു കുഴപ്പമില്ല. ശരി, ഞാൻ വരട്ടെ. എന്തിനാ നീ കുഴപ്പമില്ലെന്ന് പറഞ്ഞേ? നിനക്ക് പൈസ വേണ്ടേ? ഞാൻ കേട്ടൊക്കെ സത്യമാണ്. ചേട്ടന് മോക്ക് എന്താ പറ്റിയത് പറയേ. വയറ്റില് ഒരു മുഴ, ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുക. പണത്തിന് ഞാൻ എവിടെ പോവാനാ? പലരോടും ചോദിച്ചു നോക്കി, ആരും തന്നില്ല മോനെ. എനിക്ക് ഇപ്പം എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല. അതുകൊണ്ടാ നിന്നോടും സുരേഷിനോടും കള്ളം പറഞ്ഞ് പൈസ മേടിച്ചത്. എന്നോട് ക്ഷമിക്കണേ മോനെ. എന്താ ചേട്ടാ ഇത്? എൻ്റെ അടുത്ത് ഇതിനെ മാപ്പി വയ്ക്കുന്നത്? എങ്ങനെയെങ്കിലും മോൻ്റെ പൈസ ഞാൻ തിരിച്ചു തരും. ധൃതി പിടിക്കണ്ട ചേട്ടാ. ചേട്ടൻ്റെ മകളെ നന്നായിട്ട് നോക്ക്. അതുകൊണ്ടാണോ നീ പൈസ പിന്നീട് മതിയെന്ന് പറഞ്ഞേ? അതേടാ, അയാൾ പാവമാണ്, നല്ല മനുഷ്യൻ. അയാളുടെ അവസ്ഥ കൊണ്ട് അയാൾ ഇങ്ങനെയൊക്കെ ആയത്. ആ കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നല്ലതല്ലേ? ആ, അത് ശരിയാ. അമ്മയ്ക്ക് എന്താ പറ്റിയേ? അമ്മ എന്തിനാ കരയുന്നേ? കാണുമ്പോ വിഷമം വരുന്നു. അച്ഛനും വീട്ടിലില്ലല്ലോ, കരയാതിരിക്കമ്മേ. എല്ലാം നിന്റെ അച്ഛൻ കാരണമാ. അദ്ദേഹം കാരണോ ഞാൻ ഈ കരയുന്നത്. കരയാതെ അമ്മേ, പ്ലീസ് അമ്മേ, കരയാതിരിക്കേ.
ചേച്ചി ചേച്ചി പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. അദ്ദേഹം കാശ് ഏൽപ്പിച്ച ഏജൻസി പറ്റിച്ചിട്ട് പോയിരിക്കുക. എനിക്ക് എന്താ ചെയ്യേണ്ടെന്നറിയില്ല ചേച്ചി. ചേട്ടനും നാട്ടിലോട്ട് വരാതെ ചെന്നൈ തന്നെ നിൽക്കുക. ഇനി ഞാൻ എന്ത് ചെയ്യുന്നൊന്നും അറിയില്ല. ഞാൻ മുമ്പേ തന്നെ പറഞ്ഞതല്ലേ, വിശ്വാസം ഇല്ലാത്തവരുടെ അടുത്ത് കാശ് കൊടുക്കരുതെന്ന്. നിന്റെ ഹസ്ബൻഡാ അയാളെ വിശ്വസിക്കാന്ന് പറഞ്ഞത്. ദിവസവും എത്ര വാർത്തകൾ കേൾക്കുന്നുണ്ട് ലക്ഷ്മി. ചേച്ചി, അദ്ദേഹം കാശ് കൊടുക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതിനൊന്നും സമ്മതിക്കില്ലായിരുന്നു. അല്ലെങ്കിൽ തന്നെ കടങ്ങൾ ഒത്തിരിയുണ്ട്. അതിന്റെ കൂടെ ഇപ്പൊ ഇതും. എന്ത് ചെയ്യും ചേച്ചി? എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാ ഈ ഒരു സാഹചര്യത്തിൽ ഒരേ ഒരു കാര്യമേ ചെയ്യാനുള്ളൂ. കർത്താവിനെ വിളിച്ച് മുട്ടിപ്പായി പ്രാർത്ഥിക്കുക. അവന് മാത്രമേ ഈ ഒരു സാഹചര്യത്തിൽ നിന്നെ സഹായിക്കാൻ പറ്റൂ ലക്ഷ്മി. സത്യമാണ് ലക്ഷ്മി. ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് നിനക്ക് പുറത്തു വരണമെങ്കിൽ, നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടണമെങ്കിൽ യേശുവിനെ കൊണ്ട് മാത്രമേ നിന്നെ സഹായിക്കാൻ പറ്റൂ. യാചിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു. എന്റെ നാമത്തിൽ എന്ത് യാചിച്ചാലും ചെയ്യുമെന്നവൻ പറഞ്ഞു. ലക്ഷ്മി, നീ ഒരു കാര്യം ചെയ്താൽ മതി. യേശുവിനോട് പ്രാർത്ഥിക്ക്. ഞങ്ങൾ ചെയ്തത് തെറ്റാണ്, മണ്ടത്തരമാണ് കാണിച്ചത്, ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് അപേക്ഷിക്ക്. കർത്താവ് സ്നേഹമുള്ളവനാണ്. അവൻ ക്ഷമിക്കും. നമ്മളെ അവൻ സഹായിക്കും. നീ ആത്മാർത്ഥമായി ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് യേശുവിനോട് അപേക്ഷിച്ചു നോക്ക്. തീർച്ചയായും അവൻ വഴി തുറന്നു തരും. നീ അന്ന് ഇതിനു മുൻപ് വലിയൊരു പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയാണ് പുറത്തു വന്നതെന്ന് നിനക്കറിയാം. അതുപോലെ ഈ പ്രശ്നത്തിൽ നിന്നും നിനക്ക് പുറത്തു വരാൻ പറ്റും. നീ വീട്ടിലേക്ക് പോയി പ്രാർത്ഥിക്കുക. എല്ലാം ശരിയാകും. ശരി ചേച്ചി. എന്താ മോളെ, എങ്ങോട്ടാ ഒറ്റയ്ക്ക്? ആന്റിയെ കാണാൻ ഇറങ്ങിയതാ. എന്നെ കാണാനാണോ ഒറ്റയ്ക്ക് ഇറങ്ങിയത്? അമ്മ വന്നില്ലേ? അമ്മ അവിടെ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുക. എപ്പോ നോക്കിയാലും കരച്ചില്ല. എനിക്കത് കാണുമ്പോ വിഷമം ഉണ്ടാവും. വീണ്ടും പഴയതുപോലെ ആകുമെന്ന് പേടിയുണ്ട്. അച്ഛനും വീട്ടിലില്ല. പേടിക്കണ്ട മോളെ, അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല. ആന്റി അമ്മയോട് സംസാരിക്കാം. എന്തെങ്കിലും കഴിച്ചോ മോളെ? ഇല്ല ആന്റി, അമ്മ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ശരി മോളെ, വാ നിന്റെ വീട്ടിലേക്ക് പോകാം. നടക്ക്. എന്താ ലക്ഷ്മി ഇത്? ഞാൻ അത്രയൊക്കെ പറഞ്ഞിട്ടും ഇങ്ങനെ വിഷമിച്ചാൽ എങ്ങനെയാ? എങ്ങനെ വിഷമിക്കാതിരിക്കും ചേച്ചി? 1,00,000 രൂപയല്ലേ നഷ്ടപ്പെട്ടെ. നീ വിഷമിച്ച പോയ കാശിങ്ങി തിരിച്ചു കിട്ടുവോ? നിന്റെ മോളെ കണ്ടോ? നിന്നെക്കുറിച്ചാ ഇവളുടെ സങ്കടം. നീ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഒന്നും മാറാൻ പോകുന്നില്ല. പ്രാർത്ഥിക്ക് ലക്ഷ്മി. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെന്ന്. പിന്നെന്താ നീ ഇനിയും ചോദിക്കാതിരിക്കുന്നത്? ആദ്യം കർത്താവിനോട് ചോദിക്ക് ലക്ഷ്മി. ചേച്ചി, എനിക്കറിയാവുന്നൊരു ഏജൻസിയിൽ ഫോറിനിലേക്ക് ആളെ അയക്കുന്നുണ്ട്. നമ്മുടെ ഡാനിയലിന്റെ കാര്യം ഒന്ന് സംസാരിച്ചാലോ? നല്ല ജോലിയാ, കൈ നിറയെ ശമ്പളം. അത് കിട്ടിയാൽ ലൈഫ് സമാധാനമായിട്ട് സെറ്റിൽ ആവാം. ചേട്ടന്റെ ആഗ്രഹവും നിറവേറും. അതൊന്നും വേണ്ട,
ഞങ്ങളിവിടെ സന്തോഷമായി കഴിയുന്നു. യേശു ഞങ്ങളെ നന്നായി നോക്കുന്നുണ്ട്. ഞങ്ങൾക്ക് യാതൊരു കുറവുമില്ല. വിദേശത്തേക്കൊന്നും പോയാൽ ശരിയാവില്ല. നമ്മുടെ നാട് തന്നെ മതി. വിദേശത്ത് പോകുന്നത് തെറ്റാണെന്നാണോ പറയുന്നത്? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല. എന്റെ ഹസ്ബൻഡിന് വേണ്ടെന്ന് പറഞ്ഞതാ. എന്റെ മോൻ വേണമെങ്കിൽ പഠിത്തമൊക്കെ കഴിഞ്ഞ് പൊയ്ക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ എന്റെ ഹസ്ബൻഡിന് വേണ്ടെന്നേ. അത് അദ്ദേഹത്തിന് ഒത്തുവരികയില്ല. അദ്ദേഹത്തിന്റെ ആഗ്രഹവും പ്രതീക്ഷയും ഒക്കെ കർത്താവ് ഇവിടെ തന്നെ നിറവേറ്റി കൊടുക്കും. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് അദ്ദേഹത്തിന്റെ മനസ്സ് മാറ്റാതിരുന്നാ മതി. അയ്യോ ചേച്ചി, അങ്ങനെയൊന്നുമില്ല. ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നൊരു സഹായം ചെയ്യാമെന്ന് കരുതി. അത് തെറ്റായിപ്പോയെങ്കിൽ ക്ഷമിക്കുക ചേച്ചി. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങളെക്കുറിച്ച് എനിക്കറിയില്ലേ. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഒരു കരുതൽ ഉള്ളത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത്. അതിനെക്കുറിച്ച് ഞാൻ എന്തിനു തെറ്റിദ്ധരിക്കണം? എന്താ ലക്ഷ്മി? ചേച്ചി, ഞാൻ എന്നാ പോട്ടെ. എന്നാ ശരി. ചേച്ചി, ചേച്ചി പറഞ്ഞതുപോലെ ഞാൻ എന്റെ മോളും ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചു. ആണോ ലക്ഷ്മി? വളരെ സന്തോഷം. 2-3 ദിവസമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. എന്നിട്ട് ഒരു മാറ്റവും ഉണ്ടായില്ല. ഞാൻ നന്നായി ക്ഷീണിച്ചു പോയി ചേച്ചി. എന്നാലും ധൈര്യം കൈവിടാതെ പ്രാർത്ഥിക്കണമെന്ന് ചേച്ചി പറഞ്ഞില്ലേ, അതെനിക്ക് ഓർമ്മ വന്നു. വീണ്ടും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ചോദിക്കുമ്പോ യേശുദേവൻ എനിക്ക് തരുമെന്നുള്ള വിശ്വാസം എന്റെ മനസ്സിലുണ്ടായി ചേച്ചി. ചേച്ചി, ഇന്ന് രാവിലെ ചെന്നൈയിൽ നിന്നും ചേട്ടൻ ഫോൺ വിളിച്ചിരുന്നു. പറ്റിച്ചോണ്ട് പോയ ഏജൻസിക്കാരെ കണ്ടുപിടിച്ചെന്ന്. പകുതി ആൾക്കാർക്ക് കാശ് വാങ്ങിച്ചു കൊടുത്തെന്ന്. ഇനിയും 2 ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്കും കാശ് കിട്ടും ചേച്ചി. എനിക്കിപ്പോ സന്തോഷമുണ്ട്. ഇപ്പൊ മനസ്സിലായ ലക്ഷ്മി, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവമുണ്ടെന്ന്. നീ ചോദിച്ച യേശു തരുമെന്നുള്ള വിശ്വാസം വന്നോ നിനക്ക്? വിശ്വസിക്കുന്ന ചേച്ചി, 100% വിശ്വസിക്കുന്നു. യാചിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞവൻ യാചിച്ചാൽ എങ്ങനെ തരാതിരിക്കും? വിശ്വാസത്തോടെ ആര് ചോദിച്ചാലും യേശുവിന് മനസ്സലിവ് തോന്നും. ഇനി ഒരിക്കലും ഇതുപോലുള്ള തെറ്റ് ചെയ്യാൻ ഇടവരരുത് ലക്ഷ്മി. ഇല്ല ചേച്ചി, ഇനി ഒരു തെറ്റ് ഞാൻ ചെയ്യില്ല. എന്താ പ്രേക്ഷകരെ, നാടകം എങ്ങനെയുണ്ടായിരുന്നു? നമ്മുടെ സാഹചര്യം എന്തായാലും നമ്മൾ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ കർത്താവ് സർവശക്തനാണ്. അവൻ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഒരിക്കലും നമ്മുടെ പ്രാർത്ഥനയെ തള്ളിക്കളയാത്ത ദൈവം. ഇപ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ എങ്ങനെ സ്വന്തമാക്കാം എന്ന് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി ജോയ്സ് ലാസറസ് അവർകൾ ദൈവത്തിന്റെ വചനങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നമ്മോട് പങ്കുവെക്കും. ശ്രദ്ധയോടെ കേൾക്കുക. കർത്താവ് തീർച്ചയായും ഇന്ന് നിങ്ങളോട് സംസാരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നല്ല വീട് എന്ന പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവം ഇന്ന് ഈ പരിപാടിയിലൂടെ നിങ്ങളോട് സംസാരിച്ച് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നേ ദിവസം യാചിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. കുടുംബത്തിന് അനുഗ്രഹമായി, കുടുംബത്തിന് ഒരു തണലായി സ്ത്രീകൾ കാണപ്പെടുന്നു. കുടുംബത്തിന് അനുഗ്രഹങ്ങൾ കൊണ്ടുവരുന്നത് സ്ത്രീകളാണ്. സ്ത്രീകൾ അനുഗ്രഹമായി കാണപ്പെടുന്നു. എത്രയോ കുടുംബങ്ങളിൽ സ്ത്രീകളാണ് അനുഗ്രഹത്തിന്റെ ഉറവയായി പല കുടുംബങ്ങളിലും കാണപ്പെടുന്നത്. ഈ നല്ല വീട് എന്ന പരിപാടിയിലൂടെ ദൈവം നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിനോട് ചോദിക്കുമ്പോൾ നാം എന്ത് കാര്യമാണോ കർത്താവിനോട് ചോദിക്കുന്നത്, കർത്താവ് ആ കാര്യം നിറവേറ്റി തരുമെന്ന് നമ്മൾ ഉറപ്പായി വിശ്വസിക്കേണ്ടതാണ്. കർത്താവിനോട് യാചിക്കുമ്പോൾ കർത്താവ് അത് നമുക്ക് തരും. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവ് അതെനിക്ക് തരുമെന്ന് നമ്മൾ വിശ്വസിക്കണം. കർത്താവിനെ ആശ്രയിക്കണം, അവനെ വിശ്വസിക്കണം. വേദപുസ്തകത്തിൽ സങ്കീർത്തനങ്ങൾ 62:2 പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കർത്താവ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണെന്ന്. സ്ത്രീകളായ നമ്മുടെ പ്രാർത്ഥനയെല്ലാം കർത്താവ് കേൾക്കുന്നുണ്ട്, വിശ്വസിക്കുക. അതുപോലെ തന്നെ നമ്മൾ എന്ത് കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആ കാര്യത്തിന് കർത്താവ് ഉത്തരവും നൽകും. നമ്മുടെ കർത്താവിന് പ്രാർത്ഥന കേൾക്കുന്നവനാണ് എന്നുള്ള ഒരു പേരുമുണ്ട്. നമ്മുടെ കർത്താവ് പ്രാർത്ഥന കേൾക്കുന്നവനാണ്, അതുപോലെ തന്നെ അതിന് ഉത്തരം നൽകുന്നവനുമാണ്. എന്റെ പ്രിയമുള്ളവരെ, നാം എന്ത് കാര്യത്തിനു വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് ആ കാര്യങ്ങൾക്കെല്ലാം അവൻ ഉത്തരം നൽകുന്നതാണ്. ഒരുപക്ഷെ നമ്മൾ കടബാധ്യതകൾ കാരണം വിഷമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ അസുഖം ബാധിച്ച് നമ്മൾ ബലഹീനരായിരിക്കാം, മനസ്സിന് സമാധാനവും സന്തോഷവും ഇല്ലാതിരിക്കാം, പലതരം വിഷമതകൾ നമുക്കുണ്ടായിരിക്കും. ഒരുപക്ഷെ മറ്റുള്ളവർ പറ്റിച്ചിട്ടുണ്ടാവും,
നമ്മുടെ അടുത്തുനിന്ന് പണം വാങ്ങിയവരെ തിരിച്ചു തരാതെ പറ്റിച്ചിട്ടുണ്ടാവും. പലരും നമ്മളെ വഞ്ചിച്ചിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരു ചുറ്റുപാടിൽ നമ്മൾ കഷ്ടത അനുഭവിക്കുകയാണെങ്കിലും കർത്താവിനെ വിളിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ അവൻ നമുക്ക് ഉത്തരം നൽകും. നമ്മുടെ നല്ലവനായ കർത്താവ് പ്രാർത്ഥന കേൾക്കുന്നവനാണ്. അതുപോലെ തന്നെ അവൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനുമാണ്. നമുക്ക് എന്ത് ആശയക്കുഴപ്പമുണ്ടെങ്കിലും നമ്മൾ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ ആ ചുറ്റുപാടുകളെല്ലാം അവൻ മാറ്റിത്തരും. കർത്താവ് ആ സാഹചര്യമെല്ലാം മാറ്റിത്തരും. നമ്മുടെ ആശയക്കുഴപ്പങ്ങൾ മാറ്റിത്തരുന്നതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ നിന്നും നമുക്ക് അനുഗ്രഹങ്ങൾ നേടണം എന്നുണ്ടെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത്? യോഹന്നാൻ 14:14 നോക്കിയാൽ, നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും എന്ന് പറയുന്നു. എന്റെ നാമത്തിൽ നിങ്ങൾ അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും എന്ന് അവൻ പറയുന്നു. നമ്മൾ യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞു ചോദിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും. യേശുവിന്റെ നാമത്തിൽ എന്ന് നമ്മൾ പറയണം. എന്റെ പ്രിയപ്പെട്ടവരെ, മാർക്കോസ് 10:47 മുതൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ജന്മനാ അന്ധനായ ഒരാളെക്കുറിച്ച് കാണാം. അവന് ഒരാവശ്യമുണ്ടായിരുന്നു. അവന് കണ്ണിന് കാഴ്ചശക്തി വേണമായിരുന്നു. എന്നാൽ അവന് നല്ല ഡ്രസ്സില്ല, നല്ലൊരു വീടില്ല, ഒരു കുടുംബമില്ല. എങ്കിലും അവൻ കർത്താവിന്റെ അടുത്തേക്ക് വരുന്നു. അവൻ യേശുവിനെ കുറിച്ച് അറിയുന്നു. യേശുവിന്റെ അടുക്കൽ വരുന്നു. വന്നിട്ട്, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണേ എന്ന് പറയുന്നു. അപ്പോൾ കർത്താവ് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? ഞാൻ നിനക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് യേശു ചോദിക്കുന്നു. അങ്ങനെ ചോദിച്ചപ്പോൾ ബർത്തിമായി പറയുകയാണ്, കർത്താവേ, എനിക്ക് കാഴ്ച പ്രാപിക്കണം. അവൻ ആ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. നമ്മളൊക്കെ കർത്താവിന്റെ അടുക്കൽ പോയാൽ ചറ പറന്ന് തോന്നിയതൊക്കെ വിളിച്ചു പറയും. എന്നാൽ ഇവിടെ ഈ ബർത്തിമായി എന്ന അന്ധൻ, കർത്താവ് ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? കാഴ്ച പ്രാപിക്കണം. എനിക്ക് കാഴ്ച വേണം. എനിക്ക് കണ്ണ് കാണണം. കാഴ്ചശക്തി കിട്ടിയാൽ ആഗ്രഹിച്ചതൊക്കെ ചെയ്യാം എന്ന് അയാൾ വിചാരിച്ചു കാണും. അതുകൊണ്ടാണ് കർത്താവിനോട് അവൻ അത് ചോദിച്ചത്. കർത്താവ് അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. അവൻ കാഴ്ച പ്രാപിക്കുകയും ചെയ്തു. അവന് കാഴ്ചശക്തി തിരിച്ചു കിട്ടി. ഒരേ ഒരു കാര്യം മാത്രം, എനിക്ക് എന്റെ കാഴ്ചശക്തി വേണം. വിശ്വാസത്തോടെ അവൻ ചോദിച്ചു. കർത്താവ് അയാൾക്ക് കാഴ്ചശക്തി നൽകി. കർത്താവ് അയാളുടെ പ്രാർത്ഥന കേട്ടു. അവന്റെ കരച്ചിലിന് കർത്താവ് ഉത്തരം നൽകി, കാഴ്ചശക്തി കൊടുത്തു. ആ കർത്താവ് നിങ്ങൾക്കും ചെയ്യും. നിങ്ങൾ ഒരുപക്ഷേ വീട് പണിയണം എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഒരുപാട് കടം കയറി കിടക്കുന്നുണ്ടല്ലോ എന്ന് തോന്നുന്നുണ്ടാവാം. മക്കളുടെ വിവാഹത്തിന് വേണ്ടി കടം വാങ്ങിച്ചതൊക്കെ തിരിച്ചടയ്ക്കണം. മക്കളുടെ പഠിത്തത്തിന് വേണ്ടി വാങ്ങിയ കടമുണ്ട്, അത് അടച്ചു തീർക്കണം. ബിസിനസ്സിന് വേണ്ടി വാങ്ങിച്ച കടമുണ്ട്, അത് തീർക്കണം. കുടുംബത്തിന് വേണ്ടി ചെലവാക്കിയതെല്ലാം അടച്ചു തീർക്കാനുണ്ട്. കർത്താവ് വഴി കാണിക്കണേ എന്ന് വിചാരിക്കുന്നുണ്ടാവാം. ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കുക. അതിനായി മാത്രം പ്രാർത്ഥിക്കുക. ഈ കുരുടൻ എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് മാത്രം പറഞ്ഞാണ് പ്രാർത്ഥിച്ചത്. ഈ രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് തീർച്ചയായും അത്ഭുതം ചെയ്യുന്നതാണ്. നിങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കും. നഷ്ടപ്പെട്ട അനുഗ്രഹങ്ങളെല്ലാം ദൈവം നിങ്ങൾക്ക് തിരിച്ചു നൽകുന്നതാണ്. നമ്മൾ കർത്താവിനോട് ചോദിക്കണം. ചോദിക്കുമ്പോൾ കർത്താവ് നമുക്കത് ചെയ്തു തരും. നമ്മുടെ കർത്താവ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, തളർന്നു പോകാതെ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ഒരു കാര്യത്തിനായി കർത്താവിനോട് ചോദിക്കുന്നു. അങ്ങനെ ചോദിക്കുമ്പോൾ ആ കാര്യം നടക്കാതെ പോയാൽ നമ്മൾ മുടങ്ങാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കർത്താവ് അത് നിറവേറ്റും. കർത്താവ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ്. അവൻ എപ്പോഴും അത്ഭുതം ചെയ്യുന്നവനാണ്. അതുപോലെ നമ്മൾ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നോക്കിയാൽ, ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 1-ാം വചനം നോക്കുകയാണെങ്കിൽ, മടുത്തു പോകാതെ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. മടുത്തു പോകരുത്. ഒരു കുടുംബമെന്ന് വരുമ്പോൾ സഹോദരിമാർക്കൊക്കെ ആവശ്യങ്ങൾ പലതും ഉണ്ടായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് പോരാട്ടങ്ങൾ ഉണ്ടാകും. പക്ഷേ നിങ്ങൾ കർത്താവിങ്കൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്ന വിശ്വാസമുണ്ടായിരിക്കണം. അല്പം വൈകിയാലും നമ്മൾ കാത്തിരിക്കണം. കർത്താവ് അതിന് ഉത്തരം നൽകിയിരിക്കും. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. എനിക്കൊരു സഹോദരിയെ അറിയാം. ആ സഹോദരി അതിരാവിലെ 4 മണിക്ക് ഉണർന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അതിരാവിലെ ഉണർന്ന് ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ആ സഹോദരിയുടെ ഭർത്താവ് ബിസിനസ്സാണ് ചെയ്യുന്നത്. ആ ബിസിനസ്സിൽ അനുഗ്രഹം വേണം. അപ്പോൾ ആ സഹോദരി ആ ബിസിനസ്സിൽ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അവിടെ ജോലി ചെയ്യുന്നവരൊക്കെ അനുഗ്രഹിക്കപ്പെടണം എന്ന് പറഞ്ഞ് ആ സഹോദരി പ്രാർത്ഥിച്ചിട്ട് അതിരാവിലെ 4 മണിക്ക് എല്ലാവരെയും വിളിച്ചുണർത്തി അവരെ കൂട്ടിക്കൊണ്ടുവന്ന് 5 മണിക്ക് കുടുംബ പ്രാർത്ഥനയ്ക്കായിരിക്കും. രാവിലെ 5 മണിക്ക് അവർ മടുത്തു പോകാറില്ല. മടുത്തു പോകാതെ വിശ്വാസത്തോടെ അവർ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചിട്ട് 5 മണിക്ക് പാട്ടുപാടി, എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് പാട്ടുപാടി അവർ പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവ് ആ പ്രാർത്ഥന കേട്ട് ആ കുടുംബത്തെ അനുഗ്രഹിച്ചു. ഒരുപക്ഷെ സ്ത്രീകളായ നിങ്ങളുടെ ഭർത്താവിന് ഒരു നല്ല ജോലിയില്ലായിരിക്കാം, വരുമാനമില്ലായിരിക്കാം, പട്ടിണിയിലായിരിക്കാം. നിങ്ങൾ യേശുവിങ്കിലേക്ക് വന്ന് നോക്കുക. അവനോട് പ്രാർത്ഥിച്ചു നോക്കുക. മടുത്തു പോകാതെ പ്രാർത്ഥിച്ചു നോക്കുക.
ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും, നിങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കും. ദൈവം നിങ്ങൾക്കായി വഴികൾ തുറന്നു തരും. അടഞ്ഞുകിടക്കുന്ന വാതിലുകൾ ദൈവം നിങ്ങൾക്കായി തുറക്കും. തീർച്ചയായും എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ലൂക്കോസ് 18-ാം അധ്യായത്തിൽ ഒരു പാവപ്പെട്ട വിധവയുണ്ട്. അവർ ന്യായാധിപന്റെ അടുക്കൽ വന്ന്, എനിക്ക് നീതി വേണം, എന്റെ പ്രതിയോഗിയിൽ നിന്ന് എനിക്ക് നീതി വേണം എന്ന് പറഞ്ഞ് അവൾ അപേക്ഷിക്കുന്നു. ആ ന്യായാധിപൻ മിണ്ടാതിരിക്കുന്നു. അവൾ രാവും പകലുമെന്നില്ലാതെ ചോദിക്കുകയാണ്, എനിക്ക് നീതി വേണം, എനിക്ക് നീതി വേണം എന്ന് പറഞ്ഞ്. ഉടനെ ആ ന്യായാധിപനാണെങ്കിൽ ദൈവഭയമില്ലാത്തവനാണ്, ദൈവത്തെ മാനിക്കാത്തവനാണ്. എന്നിരുന്നാലും ആ സഹോദരി, ആ വിധവ എനിക്ക് നീതി വേണമെന്ന് വിടാതെ അയാളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. രാവും പകലുമെന്നില്ലാതെ ശല്യം ചെയ്തതുകൊണ്ട് അവൾക്ക് വേണ്ടി അയാൾ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്നു. അവളെ പോലെ തന്നെ നമ്മൾ കർത്താവിനോട് ഒരു കാര്യത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം കിട്ടുന്നത് വരെ രാവും പകലും ദീർഘക്ഷമയുള്ളവരായിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവത്തിന് നമ്മളോട് കരുണ തോന്നും. ചില പ്രാർത്ഥനകൾക്ക് ചിലപ്പോൾ ഉടനെ ഉത്തരം കിട്ടും. തീർച്ചയായും ഉത്തരം കിട്ടും. പക്ഷേ ചില സമയത്ത് ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാൻ കുറച്ച് സമയമെടുത്തെന്നിരിക്കും. പക്ഷേ കിട്ടും. അല്പം വൈകിയാലും കാത്തിരിക്കുക. തീർച്ചയായും കർത്താവ് പ്രാർത്ഥന കേൾക്കും. ആ വിശ്വാസം ഉണ്ടായിരിക്കണം. ഒരിക്കലും മടുത്തു പോകാതെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. അതുമാത്രമല്ല, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. വിശ്വാസത്തോടെ നമ്മൾ കർത്താവിനോട് ചോദിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കർത്താവ് എനിക്കത് തരും, ഞാൻ ചോദിച്ചാൽ കർത്താവ് ഉത്തരം നൽകുമെന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടായിരിക്കണം. മകൾക്കൊരു നല്ല വിവാഹാലോചന വരുമെന്ന് വിശ്വസിക്കാം. മകൾ നന്നായി പഠിക്കണം എന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ എന്റെ മകന് നല്ലൊരു പ്രൊമോഷൻ കിട്ടണമെന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടണം എന്നും നിങ്ങൾ വിചാരിച്ചേക്കാം. കർത്താവ് എല്ലാം സാധ്യമാക്കും. വിശ്വാസത്തോടെ ഇരിക്കണം. നമ്മൾ കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് അത് ചെയ്തു തരും. വിശ്വാസത്തോടെ ചോദിക്കണം. 1 ശമൂവേൽ 1-ാം അധ്യായത്തിൽ നോക്കിയാൽ ഹന്നയെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഹന്ന എന്നൊരു സ്ത്രീയെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ ഹന്നയ്ക്ക് ഒരു കുഞ്ഞിനെ വേണമായിരുന്നു. അവൾ കർത്താവിന്റെ അടുക്കൽ വരുന്നു. വന്നിട്ട്, കർത്താവ് എനിക്ക് ഏതെങ്കിലും ഒരു കുഞ്ഞിനെ തരണമെന്ന് പ്രാർത്ഥിച്ചില്ല. ഏതെങ്കിലും ഒരു കുഞ്ഞിനെ തരണേ, എനിക്ക് ഏതെങ്കിലും ഒരു കുഞ്ഞിനെ തന്നാ മതിയെന്ന് അവൾ പറഞ്ഞില്ല. കർത്താവെ, എനിക്കൊരു ആൺകുഞ്ഞിനെ തന്നാൽ എന്നാണ് പറഞ്ഞത്. എനിക്കൊരു ആൺകുഞ്ഞിനെ തരണേ, ഞാൻ അവനെ അങ്ങേക്കായി വളർത്താം, അവനെ അങ്ങേക്കായി ഞാൻ വളർത്താം, വളർത്തി അങ്ങയുടെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് അവനെ സമർപ്പിക്കാമെന്ന് പറഞ്ഞ് ഹന്ന കർത്താവിനോട് അപേക്ഷിക്കുന്നു. കർത്താവ് അവളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും, കുടുംബ സ്ത്രീകളായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലായാലും, ഒരുപക്ഷെ നിങ്ങൾക്കൊരു കുഞ്ഞില്ലാതെ വിഷമിക്കുകയായിരിക്കാം. വിശ്വാസത്തോടെ അവനോട് ചോദിക്കുക. നിങ്ങൾക്കൊരു ഗർഭഫലം തീർച്ചയായും കിട്ടും. ദൈവം തീർച്ചയായും ഒരു കുഞ്ഞിനെ തരും. ഹന്നയുടെ ഗർഭപാത്രത്തിൽ ഹന്നയുടെ പ്രാർത്ഥന കേട്ട് കർത്താവ് ഒരു കുഞ്ഞിനെ വെച്ചു. ആ ദൈവം നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ ചെയ്യും. കർത്താവിനോട് ചോദിച്ചാൽ നിങ്ങൾക്കത് ലഭിക്കും. ചോദിക്കൂ, കർത്താവേ, എന്റെ കുടുംബത്തിൽ ഒരു അനുഗ്രഹവും ഇല്ല കർത്താവേ, എനിക്കൊരു കുഞ്ഞില്ലല്ലോ കർത്താവേ, അങ്ങ് എനിക്കത് നൽകണേ. ഒരുപക്ഷെ 2 തവണ അബോർഷനായിട്ടുണ്ടാവാം. കർത്താവ് എനിക്കൊരു കുഞ്ഞിനെ തരുമോ എന്ന് സംശയമുണ്ടായേക്കാം. അങ്ങനെ തോന്നിയേക്കാം. ഈ പരിപാടി കാണുന്ന നിങ്ങൾക്ക് അങ്ങനെ തോന്നിയേക്കാം. എന്നാൽ കർത്താവ് നിങ്ങളുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞിനെ തരും. അബോർഷനായിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കൊരു കുഞ്ഞിനെ കിട്ടും. നഷ്ടപ്പെട്ട അനുഗ്രഹങ്ങളെല്ലാം വീണ്ടും തന്ന് അവൻ നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ അവനോട് ചോദിക്കുക. ചോദിക്കുമ്പോൾ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും. നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ്. വിശ്വാസത്തോടു കൂടി, കർത്താവെ, ഈ കാര്യത്തിൽ എനിക്ക് അത്ഭുതം ചെയ്യണേ, എന്റെ മക്കൾക്ക് ചെയ്യണേ, എന്റെ ഭർത്താവിന് ചെയ്യണേ, എന്റെ കുടുംബത്തിൽ ചെയ്യണേ, എനിക്ക് വരാനുള്ള പണം എനിക്ക് കിട്ടണേ, ഇതിലൊരു അത്ഭുതം ചെയ്യണേ എന്ന് യാചിക്കുക. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും. നിങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തുമാറാകട്ടെ. ആമേൻ. നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾ സ്തോത്രമർപ്പിക്കുന്നു. ഈ പരിപാടിയിലൂടെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നതിനായി സ്തോത്രം. അങ്ങയുടെ മക്കളോട് അങ്ങ് സംസാരിക്കുന്നതിനായി സ്തോത്രം. ഹൃദയങ്ങളെ തുറക്കുന്നതിനായി അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, ദുഷ്ടനായ പിശാച് അങ്ങയുടെ മക്കളുടെ മനസ്സിൽ ദുഷ്ടമായ ചിന്തകളും പ്രേരണകളും കൊണ്ടുവരാതെ അങ്ങയുടെ ചിറകിൻ കീഴിൽ വെച്ച് ഇവരെ കാത്തുകൊള്ളണേ കർത്താവെ. പരിശുദ്ധാത്മാവിന്റെ കരം കൂടെ ഉണ്ടാകണേ കർത്താവെ. സംരക്ഷിക്കണേ കർത്താവെ. യാചിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് അങ്ങ് പറഞ്ഞിട്ടില്ലേ? മക്കൾ ചോദിക്കുന്ന ഓരോ കാര്യത്തിലും കർത്താവെ, അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യുമാറാകണമേ കർത്താവെ. കർത്താവെ, ഇവരാരും മടുത്തു പോകാതെ അങ്ങയെ എന്നും പ്രാർത്ഥിക്കാൻ ഇടവരുത്തേണമേ കർത്താവെ. കർത്താവെ, ഇവർക്ക് ഉത്സാഹം നൽകി അനുഗ്രഹിക്കണേ.
അങ്ങയുടെ ശക്തി കൊണ്ട് ഇവരെ പരിപാലിച്ച് അനുഗ്രഹിക്കണമേ കർത്താവേ. കർത്താവേ, ഇവരുടെ ആത്മീയ ജീവിതത്തിൽ അഭിവൃദ്ധി നൽകണമേ, ഉയർച്ച നൽകണമേ. തളർന്നുപോയ ഈ മക്കളെ തട്ടി ഉണർത്തേണമേ കർത്താവെ. അങ്ങയുടെ ശക്തി ഇവരെ തൊടുമാറാകട്ടെ. ശരീരത്തിൽ കാണപ്പെടുന്ന ബലഹീനതകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ കർത്താവെ. ജോലിയില്ലാത്ത മക്കൾക്ക് ജോലിക്കുള്ള വഴികൾ തുറന്നുകൊടുത്ത് അനുഗ്രഹിക്കണമേ. ഒരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഗർഭഫലം നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവെ. ആശീർവദിക്കണേ. അങ്ങയുടെ വേദപുസ്തകം വായിക്കാനും പ്രാർത്ഥിക്കാനും അങ്ങയുടെ പാദങ്ങളിൽ അഭയം പ്രാപിക്കാനുമുള്ള കൃപ അവർക്ക് നൽകി വഴി നയിക്കണമേ കർത്താവെ. അങ്ങങ്ങനെ ചെയ്യുന്നതിനായി അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. എല്ലാ സ്തുതിയും മാനവും മഹത്വവും അങ്ങേക്ക് മാത്രം അർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു നല്ല പിതാവേ. ആമേൻ, ആമേൻ. എന്റെ പ്രിയമുള്ളവരെ, ഈ പരിപാടിയിലൂടെ കർത്താവ് ഇന്ന് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ്. നിങ്ങളുടെ അപേക്ഷകൾക്കും അവൻ ഉത്തരം നൽകും. നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കും, ഭർത്താവിന്റെ ജോലിയിലും ബിസിനസ്സിനും എല്ലാം അനുഗ്രഹിച്ച് അഭിവൃദ്ധിപ്പെടുത്തും. യേശുവിന്റെ നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച നന്മകളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനാക്കുറിപ്പുകൾ കത്തുകളിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഉപദേശങ്ങൾ നൽകാനും പ്രാർത്ഥിക്കാനും സഹോദരൻ മോഹൻ സി ലാസറസ് അവറുകളും മറ്റ് ശുശ്രൂഷകരും ഞങ്ങളോടൊപ്പമുണ്ട്. നാളെയും അതുപോലെ മറ്റന്നാളും സത്യം TV, കംഫർട്ട് ഡിജിറ്റൽ ചാനൽ എന്നിവയിൽ സംപ്രേഷണം ചെയ്യാനിരിക്കുന്ന വരുവിൻ പ്രാർത്ഥിക്കാമെന്ന പരിപാടി കുടുംബത്തോടെ മറക്കാതെ കാണുക. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ കാണാം. അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ. For further details and prayer support, contact Jesus Redeems Ministries, Nalumavudi, Thuthukudi District, 628-211. Our phone number 04639 353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.